സ്റ്റേഷനിൽ പോയിരുന്നു. കോടതി പോയി ജാമ്യം എടുത്തോളാനാ പറഞ്ഞത്. അഡ്വക്കേറ്റിനെ കണ്ടപ്പോ ബെയിൽ എളുപ്പമല്ലെന്നാ പറഞ്ഞ്. ആദ്യം ഡിസ്ട്രിക്ട് കോർട്ട്, അവിടുന്ന് കിട്ടില്ല, പിന്നെ വേണം ഹൈക്കോർട്ട്. സമയമെടുക്കും. അതിനവൻ എന്ത് ചെയ്തിട്ടാ? IPC 120B 379. എന്നുവെച്ചാ ആർക്കറിയാം? ഒരു പരിചയമില്ലാത്തതിനെ രക്ഷിക്കാൻ പോയതാ. ആവശ്യത്തിന് തല്ലും കിട്ടി, ജയിലുമായി. അവന്റെ ഒരു സിംഗ്രോസിറ്റി മണ്ണാൻ കട്ട. ഇപ്പൊ മനസ്സിലായ? പതുക്കെ അവര് കേക്കും. കേക്കട്ടെ, കേട്ടാലെന്താ? കേട്ടല്ലേ പറ്റൂ. എത്ര കാലം മറച്ചു വെക്കും? ഒരാഴ്ച കഴിഞ്ഞ കല്യാണോ? അതിനിടയിൽ എവിടുന്ന് ബെയില് കിട്ടാൻ? നീ പറയടാ, പറയ്. വിളിക്കണോ സർ? ഇയാളെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്? 5-6 മണിക്കൂറായി സർ. തമ്പാ സർ വാടോ. ആ രണ്ടാമത്തേതൊന്ന് വായിച്ചേ. എന്താണ് സർ? ആ ബോർഡിലെ രണ്ടാമത്തേതൊന്ന് വായിക്കാൻ. അറസ്റ്റ് നടന്ന തീയതിയും സമയവും കാണിച്ച് മെമ്മോ തയ്യാറാക്കുകയും അതിൽ ഉറക്കെ വായിക്ക് സാജ. അറസ്റ്റ് നടന്ന തീയതിയും സമയവും കാണിച്ച് മെമ്മോ തയ്യാറാക്കുകയും അതിൽ അറസ്റ്റിലായ വ്യക്തിയുടെ ഒപ്പ് വാങ്ങിയിരിക്കുകയും വേണം. എന്നിട്ട് മെമ്മോ ഒപ്പിട്ടോ? ഇല്ല സർ, ഉടനെ മേടിക്കുക. ആ മൂന്നാമത്തെ വായിച്ചു. അറസ്റ്റ് മെമ്മോയിൽ അറസ്റ്റിലായ വ്യക്തിയുടെ കുടുംബാംഗങ്ങളിൽ ഒരാളെയോ അല്ലെങ്കിൽ ഒരു പ്രമുഖ വ്യക്തിയെ സാക്ഷിയായി ഉൾപ്പെടുത്തി ഒപ്പ് വാങ്ങണം. ബന്ധുമിത്രാദികളെ വിവരം അറിയിച്ചോ? ഇല്ല സർ, അറിയിക്കാം. നിങ്ങൾ അറിയിച്ചില്ല, പക്ഷെ ഞാൻ ഇവിടെ എത്തി.